ആരും വിഷമിക്കേണ്ടതില്ല. സുബ്ഹി നിസ്കാര ശേഷം ഈ ദിക്ർ ഒന്ന് ചൊല്ലി നോക്കുക. വിജയവും സൗഭാഗ്യവും ഉയർച്ചയും ഉന്നതിയും വന്നു ചേരും ഇൻഷാ അല്ലാഹ്. ജീവിതം സൗഭാഗ്യത്തിലും വിജയത്തിലും ഉയർച്ചയിലും ഉന്നതിയിലുമായി തീരാൻ ഇനി പറയുന്ന ദിക്ർ നിങ്ങളെ സഹായിക്കും. മാത്രവുമല്ല, സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും വന്നണയാനും ഈ ദിക്ർ കാരണമാകും. നാം നിത്യവും സുബ്ഹി നിസ്കരിക്കണം. സുബ്ഹി ഒരിക്കലും പായാക്കി കളയരുത്. സുബ്ഹി ഒഴിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിൽ മനസ്സമാധാനമില്ലായ്മ വന്നു ചേരും. ഈ ദിക്റിനെ നാം ചൊല്ലേണ്ടത് സുബ്ഹി നിസ്കാര ശേഷം 11 തവണ മുത്തുനബിയുടെ പേരിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 11 തവണ ചൊല്ലുക. തുടർന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ 313 തവണ ചൊല്ലുക. അല്ലെങ്കിൽ 111 തവണ ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും മുത്തുനബിയുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലുക. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. അങ്ങനെ ഈ ദിക്ർ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും വിജയത്തിൻ്റെ കവാടം അവന് തുറന്നു കിട്ടുകയും ചെയ്യും. ഈ രൂപത്തിൽ 41 ദിവസം നിങ്ങൾ ചൊല്ലി വന്നാൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും, വിജയത്തിൻ്റെ കവാടം അവന് തുറന്നു കിട്ടും.